ഒരു 5G ഫോൺ, ശരിക്കുള്ളൊരു 5G ഫോൺ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ ബഡ്ജറ്റ് 9,000 ആ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ശരിക്കുള്ള 5G ഫോൺ കിട്ടുക എന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഈ പോക്കോയുടെ C75, റെഡ്മി A4 അങ്ങനെയുള്ള ചില ഫോണുകളൊക്കെ ഉണ്ട്. ഇത് 5G എന്നാണ് പറയുക, പക്ഷേ ജിയോയുടെ സിം തന്നെ ഇടണം. നിങ്ങൾ എയർടെല്ലോ വിയോ ഇട്ടാലും 5G കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില തരികട നമ്പറുകൾ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നുണ്ട്. അവിടെ ശരിക്കും 5G ഉള്ള ഫോൺ വേണമെങ്കിൽ പ്രത്യേകം അന്വേഷിച്ച് തന്നെ എടുക്കണം, എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെ ഒരു ശരിക്കുള്ള 5G ഫോണാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് സിം വേണമെങ്കിലും ഇടാം, എയർടെല്ലോ വിയോ എല്ലാം. അസ്ലി 5G എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്, ട്രൂ 5G ഫോണാണ്. സോ അപ്പോൾ ഒരു 9,000 റേഞ്ചിലൊക്കെ ഒരു ഫോൺ എടുക്കാൻ പോകുന്നവർക്ക് പരിഗണിക്കേണ്ടുന്ന ഒരു ഐറ്റം കൂടി മാർക്കറ്റിൽ എത്തുകയാണ്. ഒന്ന് അൺബോക്സ് ചെയ്ത് ഇനീഷ്യൽ ഇംപ്രഷൻ എടുക്കാം, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് ഹോട്ട് 60i എന്ന് പറയുന്ന ഇൻഫിനിക്സിൻ്റെ പുതിയ ഫോൺ. ഹോട്ട് 60i 5G നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഡിസൈൻ. നന്നായിട്ടുണ്ടോ? ഈ നീളത്തിലുള്ള ക്യാമറ മോഡ്യൂൾ, പിന്നെ അത് ഇവിടെ ഒരു ചെറിയ ഡുവൽ ടോൺ സ്റ്റൈലിലുള്ള കളറും കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. എന്തായാലും ഇതിലേക്ക് കൂടുതൽ വരാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കേസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹാർഡ് കേസാണ്. അതേപോലെ ചാർജർ, ചാർജിങ് കേബിൾ, ഇതൊക്കെ ബോക്സിലുണ്ട് കേട്ടോ, ചാർജറും ചാർജിങ് കേബിളൊക്കെ. സോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 60i എന്ന ഫോൺ. അപ്പോൾ ഈ ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കാണാം. ഒരു സാധാരണ ഡിസൈൻ തന്നെ. അതിൽ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്. വേറെ വിഷയമൊന്നുമില്ല, ബിൽഡ് ക്വാളിറ്റിയൊക്കെ സ്റ്റഡിയാണ്. താഴെ 3.5mm ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പെർഫോമൻസ് കാണാം. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ, വിഷ്വൽ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ഒക്കെ പറയുമ്പോൾ അവിടെ ഞാൻ പറയാം അതിൻ്റെ കാര്യം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിം, ഒരു മെമ്മറി കാർഡ്, 3 ഒരുമിച്ച് ഉപയോഗിക്കാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഒരു പ്രൈസിന് അതൊക്കെ ഡീസൻ്റ് ആണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളമൊക്കെ തെറിച്ചാലും കുഴപ്പമില്ല, വെള്ളത്തിൽ കൊണ്ട് മുക്കരുതേ. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ, അതായത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, TUV Rheinland സർട്ടിഫിക്കേഷൻ ഉണ്ട്, 5 ഇയറിൻ്റെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ 9,000 ഒരു ഫോൺ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഘടകം കൂടി പരിശോധിച്ചാലോ. അടുത്ത ഘടകം ബാറ്ററിയാണ്. ഏറ്റവും നല്ല ഘടകം 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ നല്ല ഹെവി ബാറ്ററി ലൈഫ് കിട്ടും. 18 വാട്ടിൻ്റെ ചാർജിംഗ് ആണ്. ചാർജർ ബോക്സിൽ തന്നെയുണ്ട്. റിവേഴ്സ് ചാർജിങ്ങും വേണമെങ്കിൽ ചെയ്യാം. 128 അവറിൻ്റെ മ്യൂസിക് പ്ലേബാക്കാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേപോലെ 1600 ചാർജിങ് സൈക്കിളാണ്. അതായത് 4 വർഷം വരെയൊക്കെ സുഖമായിട്ട് കൊണ്ട് നടക്കാം. പിന്നെ 41.2 അവറിൻ്റെയൊക്കെ ഒരു കോളിംഗ് സംവിധാനം. അങ്ങനെ കുറേ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും 6000 mAh ബാറ്ററി വന്നാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അത്യാവശ്യം ഒരു ദിവസം 1.5 ദിവസം സുഖമായിട്ട് കൊണ്ട് നടക്കും. നല്ല ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ ഇതിൽ AI അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഫോലാക്സ് AI എന്ന് പറയുന്ന ഇൻഫിനിക്സിന്റെ AI സംവിധാനങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ജെമിനി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഫോലാക്സ് AI ആണെങ്കിലും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. വാട്ട് ഈസ് ദ വെദർ ടുഡേ? കറക്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ചെയ്തോളും. അതിനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ എടുക്കും. പിന്നെ ഇതിൽ സർക്കിൾ ടു സെർച്ച് പോലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ ഇവിടെ കാണാം. സെഗ്മെന്റ് ഫസ്റ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സംഭവം എന്തായാലും നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോൾ അസിസ്റ്റന്റ്, ഡയലറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AI കോൾ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ്. ഓട്ടോ ആൻസർ, കോൾ ആൻസർ ചെയ്യുന്ന പരിപാടി ചെയ്തോളും. കോൾ സമ്മറി ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി, അത് ചെയ്തോളും. അതുപോലെ റിയൽ ടൈം കോൾ ട്രാൻസ്ലേറ്റർ വരുന്നുണ്ട്. അതൊക്കെ അത് എനേബിൾ ചെയ്ത് വെച്ചാൽ വർക്ക് ചെയ്തോളും. സോ അപ്പോൾ അങ്ങനെ AI കോൾ അസിസ്റ്റന്റ് ഫീച്ചറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നോട്ടിന്റെ ഭാഗത്തേക്കും മറ്റ് ടൈപ്പിങ്ങിന്റെ ഭാഗത്തേക്ക് വന്നാൽ റൈറ്റിംഗ് അസിസ്റ്റന്റ്, നമുക്ക് സ്പെല്ലിംഗ് ഗ്രാമറൊക്കെ ചെയ്യിപ്പിക്കുക, റീറൈറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യിപ്പിക്കുക, ഡോക്യുമെന്റിനൊക്കെ സമ്മറൈസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. സോ റൈറ്റിംഗ് അസിസ്റ്റന്റും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇമേജിന്റെ ഭാഗത്താണെങ്കിൽ ഇഷ്ടംപോലെ ഇമേജ് AI ഇറേസർ, നമുക്ക് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇറേസ് കളയാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട്. AI എക്സ്റ്റൻഡർ, ഒരു ഇമേജിനെ വലുതാക്കണമെങ്കിൽ അത് അതിനുള്ള സംവിധാനം കൊടുത്തിട്ട് നമുക്ക് വലുതാക്കാം. പിന്നെ AI വാൾപേപ്പർ ജനറേറ്റർ പോലുള്ള സൗകര്യങ്ങളുണ്ട്. വാൾപേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് AI കൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യിച്ച് എടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് AI ഫീച്ചേഴ്സ് പറയാനുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസിന് ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞത്. സോ ഈ പ്രൈസിനും അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കണ്ടുവരുന്ന അത്യാവശ്യം നല്ല ഫോണുകൾ കണ്ടുവരുന്ന AI ഫീച്ചേഴ്സൊക്കെ 9,000 ഒരു നല്ല ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇതൊക്കെ കിട്ടും നിങ്ങളിത് വാങ്ങിക്കുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. 6.75 ഇഞ്ച് വരുന്ന 120 Hz LCD ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് 670 nits ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. 670 nits എന്ന് പറയുമ്പോൾ ഔട്ട്ഡോറിൽ ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കില്ല, ഡീസൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ആ പ്രൈസിന് അതൊക്കെ തന്നെ വരുള്ളൂ. അതിൽ കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും വരില്ല. സോ ആ റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണത്. അകത്ത് ഉപയോഗിക്കുമ്പോഴും വേറെ വിഷ്വൽ ക്വാളിറ്റിയിലും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നൈസായിട്ടുള്ള കാര്യങ്ങളാണ്. സിംഗിൾ സ്പീക്കറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഒരു ഓഡിയോ സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റി, അത് തന്നെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടൊരു ക്വാളിറ്റി ഉണ്ട്. അല്ലാണ്ട് അപ്പടി ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല.
ഡീസൻ്റ് ആയ ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, കേട്ടല്ലോ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ Dimensity 6400 എന്ന് പറയുന്ന പ്രോസറാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല, സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ, TUV Rhineland 5 ഇയർ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഒക്കെയാണ് വരുന്നത്. സോ വേറെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ചെറുകിട ഗെയിമുകൾ കളിക്കാൻ ഞാൻ ഇവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. Asphalt 9 നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവർ അവകാശപ്പെടുന്നത് 470K അധികം സ്കോറും കാര്യങ്ങളൊക്കെയാണ്. LPDDR4X RAM ആണ്, eMMC 5.1 ആണ് സ്റ്റോറേജ് വരുന്നത്, Bluetooth 5.4 ആണ് വെർഷൻ, XOS 15 Android 15 ബേസ്ഡ് ആണ്. സോ മൊത്തത്തിൽ നല്ല ഒരു സെറ്റപ്പ് ആണ് പെർഫോമൻസിന് കൊടുത്തിരിക്കുന്നത്, സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 5G, ശരിക്കും 5G ആണെന്നുള്ളത്. ഇതിൽ എല്ലാ തരം 5G സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യും. അത് എയർടെൽ ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, ഏത് സിം എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഒരു റിയൽ 5G ഫോണാണ്, അസ്ലി 5G എന്നാണ് അവർ പറയുന്നത്. അവരെന്തോ പറഞ്ഞോട്ടെ, അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള വിവരം. അതായത് നമ്മൾ ഈ പറഞ്ഞല്ലോ, പോക്കോ C75 എന്നോ റെഡ്മി A4 അങ്ങനെ കുറേ 5G ഫോണുകൾ, ചില 5G ഫോണുകൾ, എല്ലാ 5G ഫോണുകളും മോശമാണെന്നല്ല, ചില 5G ഫോണുകളൊക്കെ 5G എന്ന് പറയും. നമ്മൾ ജിയോയുടെ 5G സിം ഇട്ടാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എയർടെലും വി ഐ എന്നിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ അത് നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അത്തരം ഫോണുകളുടെ ഇടയിൽ ഈ ഫോൺ തീർച്ചയായിട്ടും നല്ല ഒരു നെറ്റ്വർക്ക് സംവിധാനമുള്ള ഫോണാണെന്ന് പറയാം. കാരണം എല്ലാ സിമ്മും ധൈര്യമായിട്ട് ഉപയോഗിക്കാം, 5G കിട്ടും. അത്തരം ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു 10x എക്സ്ട്രാ ബെറ്റർ യൂസബിലിറ്റി ആണെങ്കിൽ സ്പീഡാണ് നമുക്ക് ഈ ഒരു ഫോണിൽ 5G എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ 9,000 റേഞ്ച് കിട്ടുന്നു എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏത് കാര്യത്തിനായാലും, ഗെയിമിംഗ് ആയിക്കോട്ടെ, വീഡിയോ കോൾ ആയിക്കോട്ടെ, നോർമൽ കോൾ ആയിക്കോട്ടെ, എല്ലാതരം സംവിധാനങ്ങൾക്കും നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊരു നല്ല ബെനിഫിറ്റാണ്. ഈ പ്രൈസിൽ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. 5G എന്ന് കാണുമ്പോൾ ചാടി കയറി എടുക്കാൻ നിൽക്കരുത്, അതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടെടുത്തോളൂ കേട്ടോ. അത് ഇത് മാത്രമല്ല, ഏത് ഫോൺ എടുക്കുമ്പോഴും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ 5G ആൻഡ് സിസ്റ്റം പെർഫോമൻസ് സെറ്റപ്പ്. വലിയ വിഷയമൊന്നുമില്ല, നൈസായിട്ട് ഉപയോഗിക്കും. ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല, ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്, എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. സാമ്പിൾ കണ്ടു നോക്കിയേ, വലിയ കുഴപ്പമില്ല. 9,000 രൂപയ്ക്ക് നല്ല ക്യാമറയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്, 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുള്ളൂ. പക്ഷേ ക്വാളിറ്റി മോശമല്ല. 15x ഡിജിറ്റൽ സൂമൊക്കെ വരുന്നുണ്ട്. സെഗ്മെൻറ്റ് ഓൺലി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. 2K വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും. അതിൻ്റെ സാമ്പിളും കാണാം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്തത്. ഞാൻ അപ്പടി ഇത് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല വീഡിയോയിലേക്ക് വരുമ്പോൾ, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ക്യാമറ ചൂസ് ചെയ്യാം കേട്ടോ. ക്യാമറയ്ക്ക് വേണ്ടി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് ചേരുന്നുണ്ടോ നോക്കാം. ഞാൻ പറയുന്നത് കേൾക്കല്ലേ, സാമ്പിളൊക്കെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഓപ്ഷനുകളൊക്കെ വരുന്നുണ്ട്. വ്ളോഗ് മോഡുണ്ട്, AI ക്യാം, അതേപോലെ AIGC പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, ഡുവൽ വീഡിയോ, അങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. സോ അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ക്വാളിറ്റി നമ്മൾ കണ്ടുകഴിഞ്ഞു. പിന്നെ ഇതിനകത്തൊരു എക്സ്ട്രാ സംവിധാനമുണ്ട്, അൾട്രാ ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മുടെ ഈ ഇൻഫിനിക്സ് ഫോണിൽ അൾട്രാ ലിങ്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ കോൾ ചെയ്യാൻ പറ്റും. വേറെ ഇൻഫിനിക്സ് ഫോൺ അപ്പുറത്തുണ്ടെങ്കിൽ ഈ ഇൻഫിനിക്സ് ഫോണിന് ഇവിടെ നമുക്ക് സെർച്ചും കാണാം. ഇവർ സെർച്ച് ചെയ്ത് അടുത്ത് ഉള്ള ഇൻഫിനിക്സ് ഫോണുകൾ ഡിറ്റക്ട് ചെയ്യും. അതിലേക്ക് നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ തന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു സൗകര്യമാണ് അൾട്രാ ലിങ്ക്. സോ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഞാൻ പറഞ്ഞു. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. 9,290 ഓഫറിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു കാര്യം, പ്രീപെയ്ഡ് ഓഫർ നമ്മുടെ ഒരു 300 ഓഫർ കിടക്കുന്നുണ്ട്. സോ 8,990 നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. സോ അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിംഗ് ആണ്. ആ പ്രൈസിന് ഈ ഫോണിന് ഞാൻ വലിയ കാര്യമായിട്ട് മോശമൊന്നും പറയത്തില്ല. ഗുഡ് ഓൾറൗണ്ടർ, നല്ല ഫോൺ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഇത് മതിയോ? ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിലും നിങ്ങളുടെ അടുത്തുള്ള റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ അത്രയുമാണ് ഇൻഫിനിക്സ് Hot 60i എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.